ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലുള്ള എസ് യു വികളുടെ ട്രെൻഡ്. എസ് യു വി എന്ന് പറയുന്നതിൽ കൂടുതൽ ക്രോസ് ഓവേഴ്സ് ആണ് നമുക്ക് ഇന്ത്യയിൽ ഭയങ്കര സെയിൽസ് ഒക്കെ അച്ചീവ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് പണ്ടൊക്കെ ഹാച്ച് ബാക്സ് വന്നിരുന്ന പ്രൈസിലാണ് ഇപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എസ് യു വികൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ എസ് യു വിസ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിപ്പം ഹ്യുണ്ടായുടേതായിട്ട് വരാൻ പോകുന്നൊരു പുതിയ എസ് യു വി ആണ് i20 ബേസ്ഡ് എസ് യു വി. സംഭവം ശരിയാണ്, നമ്മൾ ഗ്രാൻഡ് ഐറ്റൻ ബേസ്ഡ് എസ് യു വി കണ്ടതാണ് എക്സ്റ്റർ, ആൻഡ് i20 ബേസ്ഡ് ആയിട്ടുള്ളൊരു സപ്പോമീറ്റർ എസ് യു വി ആണ് വെന്യൂ. പക്ഷേ ഇപ്രാവശ്യം അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന വെന്യൂവിലും താഴെ പൊസിഷൻ ചെയ്യാൻ പോകുന്ന പുതിയൊരു എസ് യു വി ആണ്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മാരുതി സുസുക്കി ബലേനോ എടുത്ത് ഫ്രോങ്സ് ആക്കിയല്ലോ, അതുപോലെ തന്നെ പക്ഷേ ഇവർ i20 എടുത്ത് ഈ പറയുന്ന രീതിയിൽ പുതിയ വണ്ടി ആക്കാൻ പോവാണ്. ഇത് ഇൻ്റർനാഷണലി ഓൾറെഡി അവൈലബിൾ ആണ്. i20യുടെ അലോയ്സ് ഒക്കെ വെച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഹ്യുണ്ടായുടെ ബയോൺ എന്ന് പറയുന്ന കോമ്പാക്ട് എസ് യു വി ആണ്. അവിടെ പിന്നെ i20 ബേസ് ചെയ്താണ് വരുന്നതെന്നുള്ള നമുക്ക് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ കണ്ടാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതിൻ്റെ ബാക്കി ഡോറിൻ്റെ ഡിസൈനും അതുപോലെ പാനൽസും സംഭവങ്ങളും എല്ലാം i20 ആയിട്ട് വളരെയധികം സിമിലർ ആണ്. പിന്നെ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ ക്രോസ് ഓവർ ആക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഡിഫറൻസ് അവർ വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ആ കണക്റ്റഡ് ഹെഡ് ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതായത് DRLS. ഈ വണ്ടി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ 2024 ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി ഒറിജിനലി 2021 ലോഞ്ചായ ഒരു ക്രോസ് ഓവർ വാഹനമാണ്. പക്ഷേ ഫേസ് ലിഫ്റ്റ് അടുത്താണ് കിട്ടിയത്. ആ ഫേസ് ലിഫ്റ്റിൽ അവർ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഡിസൈൻ്റെ കാര്യത്തിൽ. ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ പഴയ വണ്ടികളിലൊക്കെ അവർ ഫോളോ ചെയ്ത് വരുന്നതാണ്. നമ്മുടെ എലൈറ്റ് i20 ഇന്ത്യയിൽ ഉണ്ടായിരുന്ന i20 ആക്റ്റീവ് എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. അത് പക്ഷേ ശരിക്കും i20 തന്നെ അവർ കുറച്ച് റേസ് ചെയ്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി കുറച്ച് ആക്സസറീസ് ഒക്കെ ഈ റൂഫിലും സാധനങ്ങളൊക്കെ ഇട്ട് ഒരുമാതിരി കുറച്ച് വൃത്തിയാടാക്കി ഇറക്കി. എനിക്ക് പേഴ്സണലി അത് കാണാൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയൊക്കെ ഇറക്കുന്നതിന് പകരം ഇപ്പോൾ കമ്പനികൾ കുറച്ചും കൂടെ കൺസിഡറേറ്റ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസൈനൊക്കെ മാറ്റി വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടി അങ്ങനെയൊക്കെയാണ് ഇറക്കുന്നത്. ഇപ്പോൾ ഫ്രോങ്സും അതുപോലെ ഈ വണ്ടിയൊക്കെ നമ്മൾ കണ്ട പോലെ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണുന്ന സമയത്ത് വണ്ടി ഇതാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഫ്രോങ്സിൻ്റെ ഒക്കെ സെയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ഒരു മാസം ഈസി ആയിട്ട് 10,000 to 12,000, ചില മാസങ്ങളിലൊക്കെ 14,000 വരെയൊക്കെ അതിൻ്റെ സെയിൽ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബലേനുമായിട്ട് കോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ ഇപ്പോൾ നമ്മുടെ ഫ്രോങ്സിന് പറ്റുന്നുണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ. ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 8,000-ത്തിനടുത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ പതുക്കെ കൂടി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സെയിൽസ് കിട്ടുന്നുണ്ട്. ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഇൻ്റർനാഷണലി അത്യാവശ്യം ഡീസൻ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇപ്പോഴത്തേക്ക് ഉണ്ടായാലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു ട്യൂബ് ലൈറ്റ് പോലത്തെ നമ്മുടെ കണക്റ്റഡ് DRLS കൊടുത്തിട്ടുണ്ട്. ബാക്കി താഴത്തെ മെയിൻ ഹെഡ് ലാംപ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗ്രില്ലൊക്കെ മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഇൻ്റർനാഷണൽ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ വരുന്നവരെ അവിടെ സബ് 4 മീറ്റർ റൂളൊന്നുമില്ല. അതുകൊണ്ട് ഈ വണ്ടിക്ക് ലെങ്ത്ത് 4 മീറ്റേഴ്സിൽ കൂടുതലുണ്ട്. 4.18 മീറ്റേഴ്സിനടുത്ത് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് ഈ വണ്ടി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇതിന് ലെങ്ത്ത് കുറവായിരിക്കും. 4 മീറ്റേഴ്സിന് താഴെ നിർത്തിയാൽ അവർക്ക് എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ലാഭിക്കാൻ പറ്റുള്ളൂ. അത് നേരെ 8% 20% അടുത്തേക്ക് പോകും 4ന് മുകളിൽ വരികയാണെങ്കിൽ. പിന്നെ നമുക്ക് ഇത്രയും വലിയ അലോയ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. 16 ഇഞ്ചൊക്കെ എന്തായാലും അലോയ്സിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ. ബാക്കി സൈഡ് പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. ഡോറിൻ്റെ ഡിസൈനൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു i20 ആയിട്ട് വളരെ സിമിലർ ആണെന്ന്. ഇത്ര എക്സ്റ്റെൻഡഡ് പോർഷൻ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ബാക്കിൽ. ഇനി ഇതിൻ്റെ റിയർ പ്രൊഫൈൽ കുറച്ച് യൂണീക്കാണ്. നമ്മൾ പണ്ട് ഇങ്ങനത്തെ വലിയ വെർട്ടിക്കലായിട്ടുള്ള ടൈലൈറ്റ്സ് ഉള്ള വണ്ടികൾ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വിസ്റ്റയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചധികം വെർട്ടിക്കലായിരുന്നു, ഭയങ്കര വലുപ്പമുണ്ടായിരുന്നു. ഇത് അത്രയും വലുപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഇത്തിരി കർവ്ഡ് ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈറ്റ്സ് പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലും താഴെയൊക്കെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന രീതിയിൽ നടുവിലൊരു കണക്റ്റഡ് ടൈൽ ലാമ്പിൻ്റെ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട്. മൊത്തം ഗ്ലോസി ബ്ലാക്ക് ആണ് ഈ വണ്ടിയിൽ. ഇപ്പോൾ ലോഗോ ഒക്കെ ആണെങ്കിലും അത് വെച്ചിരിക്കുന്ന പാനൽ ഫുള്ള് ഗ്ലോസി ബ്ലാക്ക് ആണ്. പിന്നെ ബാക്കിലേക്ക് ഉണ്ടായ ലോഗോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. എനിക്ക് പേഴ്സണലി ഇത് അത്രയ്ക്ക് ഒരു വലിയ ഫാനല്ല ഞാൻ ഈ ഡിസൈൻ്റെ, ബട്ട് എന്നാലും വലിയ കുഴപ്പമില്ല കാണാൻ. ഇതൊക്കെ ഓക്കെ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. എക്സാക്ട്ലി i20യുടെ സെയിം ഇൻറ്റീരിയർ തന്നെയാണ് ഇവിടെ ഹ്യുണ്ടായും പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ AC വെൻസിൻ്റെ ഡിസൈൻ, അതിൻ്റെ നടുവിൽ വരുന്ന എലമെൻറ്റ്, അതുപോലെ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടും സാധനങ്ങളൊക്കെ സെയിം i20യിൽ എങ്ങനെയാണോ അവർ കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് സെയിം നമ്മുടെ ഫ്രോങ്സ് വരുന്ന ഇൻറ്റീരിയർ ബലേനുമായിട്ട് വളരെ സിമിലർ ആണല്ലോ. സിമിലർ എന്നല്ല, സെയിം തന്നെയാണ്. അതിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു പാനൽ അഡീഷണൽ വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. അത് ഈ വണ്ടിയിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് അവർ ഡയറക്റ്റായിട്ട് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി സാധനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ 10.25 ഇഞ്ചസിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമാണ്. UK വരുന്ന വാഹനമായതുകൊണ്ടാണ്. ഇന്ത്യയിൽ വരുമ്പോൾ ഒബ്വിയസ്ലി റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കും. ബാക്കി ഇൻഫോടൈം സിസ്റ്റം അതുപോലെ AC കൺട്രോൾസും സംഭവങ്ങളും എല്ലാം സെയിം ആണ്. ഈവൻ നമ്മൾ സീറ്റ്സിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കുകയാണെങ്കിലും അതും i20യുടെ സെയിം സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ യൂറോപ്യൻ വണ്ടി ആയതുകൊണ്ട് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ ഉണ്ട്, ഫ്രണ്ടിലും 2 അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നടുവിൽ ആംറെസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്.
ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും കൊള്ളാം, ഇത്രയും സംഭവങ്ങൾ നമുക്ക് പറയാം, പിന്നെ ഈ വണ്ടി എപ്പോൾ വരുമെന്ന്. അവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം ഈ വണ്ടി അടുത്ത കാലത്തൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഓട്ടോകാർ പ്രൊഫഷണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ന്യൂസാണ്. ആൻഡ് അവർ പറയുന്നതനുസരിച്ച് 2027 ഈ വാഹനം വരുള്ളൂ. 2 വർഷം അവർക്ക് ഈ വണ്ടി ഡെവലപ്പ് ചെയ്യാൻ വേണം. അതിനുശേഷമായിരിക്കും പ്രൊഡക്ഷനിൽ വരുന്നത്. ഓൾറെഡി 2024 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വണ്ടി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ വേറൊരു സംഭവം ഉള്ളത്, ഈ സെയിം വണ്ടി ആയിരിക്കില്ല നമുക്കിവിടെ കിട്ടാൻ പോകുന്നത്. അതിപ്പോൾ ഒബ്വിയസ്ലി എങ്ങനെയാണല്ലോ, ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവും, ബട്ട് വണ്ടി കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ വേറെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഈ സെയിം ജനറേഷൻ വണ്ടി ആയിരിക്കില്ല നമുക്ക് വരുന്നത്, ഇതിൻ്റെ പുതിയ ജനറേഷൻ മോഡലായിരിക്കും വരുന്നത്. ഇപ്പോൾ i20 തന്നെ 2020 ഇറങ്ങിയതാണ്. നമുക്കിപ്പോൾ ലോഞ്ചായിട്ട് 4 വർഷമായി. 2027 എന്ന് പറയുമ്പോഴേക്കും 7 വർഷമാകും വണ്ടിയുടെ ലോഞ്ച് കഴിഞ്ഞിട്ട്. ഈ വണ്ടിയാണെങ്കിൽ പോലും 2021 ഇൻ്റർനാഷണൽ ഇറങ്ങിയതാണ്, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വണ്ടിയും ലോഞ്ചിന് ശേഷം 6 വർഷത്തോളം ആവും ആ സമയമാകുമ്പോഴേക്കും. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ജനറേഷൻ അപ്ഡേറ്റിൻ്റെ സമയം അപ്പോഴേക്കും ആയിട്ടുണ്ട്. പിന്നെയും അതിൻ്റെ സെയിം ബേസിസിൽ തന്നെ നമുക്കൊരു പുതിയ വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ലോജിക്കുള്ളൊരു സംഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരിതിൻ്റെ ലേറ്റസ്റ്റ് ജനറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി ബേസ്ഡ് ആയിട്ടുള്ള പുതിയ SUV ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് ഈ വണ്ടി മാത്രമല്ല, പുതിയ ജനറേഷൻ i20 ഏകദേശം ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും വരും. ഇതിൻ്റെയൊക്കെ ജനറേഷൻ മാറുന്നതാണ് ഏറ്റവും രസം. കാരണം ഇപ്പോൾ ജനറേഷൻ മാറാന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലും ചെയ്യാനില്ല, ഡിസൈൻ മാത്രം മാക്സിമം മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും, അത്രേ ഉള്ളൂ. മാരുതി സുസുക്കിക്ക് ഇപ്പോൾ അതുവരെ മാക്സിമം കോംപ്രമൈസ് ഇതാണ് ചെയ്യുന്നത്. പുതിയ സ്വിഫ്റ്റൊക്കെ കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ജനറേഷൻ ചേഞ്ച് ആണെങ്കിലും ഡിസൈൻ വളരെ മിനിമലായിട്ട് മാറ്റി. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ തന്നെ മാക്സിമം നമ്മൾ എത്തി ഒരു ബഡ്ജറ്റിൽ കൊടുക്കാവുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടെ ഫീച്ചേഴ്സ് അവർക്ക് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലാണ്ട് വേറെ ഫീച്ചേഴ്സൊന്നും ഇനിയിപ്പോൾ ഇല്ല കൊടുക്കാൻ. ആ പ്രൈസ് പോയിന്റും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കേസിൽ ഈ വാഹനത്തിൽ ഇൻ്റർനാഷണലി 1 ലിറ്റർ ടർബോ പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ. അത് തന്നെ 2 പവർ ഫോമാറ്റിൽ അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായാലും പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വില കുറച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനകത്ത് നമുക്ക് അവരുടെ എൻട്രി ലെവൽ 1.2 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ ഉറപ്പായിട്ടും ഉണ്ടാവും. 83 PS പവർ, 113.8 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഇത്. അവർ ഈവൻ വെന്യൂലൊക്കെ സെയിം ഈ ഒരു ബേസിക് എഞ്ചിൻ തന്നെയാണ് അവരുടെ ബേസ് മോഡൽസിൽ കൊടുക്കുന്നത് പ്രൈസ് കട്ട് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് അത് തന്നെ ഉണ്ടാവും. പിന്നെ ടോപ്പ് സ്പെക്കിൽ ഹിണ്ടയുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ പോലെ അവർ വെന്യൂലും i20 എല്ലാം തന്നെ ടർബോ പെട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിലും ടർബോ പെട്രോൾ ഉണ്ടാവും. 1 ലിറ്റർ ടർബോ പെട്രോൾ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇനി വരികയാണെങ്കിൽ തന്നെ വരുന്നത്. അതിൻ്റെ പവറും 120 PS ആയിരിക്കും. 172 ന്യൂട്ടൺ മീറ്റേഴ്സിനടുത്ത് ടോർക്കും ഉണ്ടാവും. ഈ 120 PS എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡാണ്. കാരണം അവർ i20 വെന്യൂലാണെങ്കിലും സെയിം പവർ തന്നെയാണ് കൊടുക്കുന്നത്. ഈ വണ്ടി i20യേക്കാൾ എന്തായാലും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷേ വെന്യൂവിനേക്കാൾ ഇത്തിരി കൂടെ ചീപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂസിൽ. പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയുടെ പ്ലേസ്മെൻറ്റ് എവിടെയായിരിക്കും എന്നുള്ളതൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ i20യും വെന്യൂവും തമ്മിൽ വലിയ പ്രൈസ് ഗ്യാപ്പൊന്നും ഇല്ല, കുറച്ച് പ്രൈസ് ഡിഫറൻസേ വരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ അവർ ഇനി ഇങ്ങനൊരു പുതിയ SUV കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ ആ 2 വണ്ടികളിലും സെയിൽ ചെയ്തെടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പ്രാക്ടിക്കലി അത് അത്ര പോസിബിൾ അല്ല. മിക്കവാറും ഈ വണ്ടി അപ്പോൾ വെന്യൂവിൻ്റെ ക്രെറ്റയുടെ ഇടയിൽ വരാനും ചാൻസ് ഉണ്ട്. കാരണം അവിടെ ഒരു പ്ലേസ് എംറ്റി ആണ്. അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് അങ്ങനെ ആരും ഓപ്പൺ അപ്പ് ചെയ്ത് നോക്കിയിട്ടുമില്ല. ഇനി അങ്ങനെ പുതിയതായിട്ടൊക്കെ അവർ കൊണ്ടുവന്ന് വണ്ടി വെയിലാവുമെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും അബോവ് 4 മീറ്റർ ക്ലാസ്സിൽ നിൽക്കുന്ന വണ്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് 20 lakhs വരെയൊക്കെ അതിന് എക്സ്ഷോറൂം പ്രൈസ് പോകുന്നുണ്ട്. 20ക്ക് മുകളിൽ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന വണ്ടികളും ഉണ്ട്. ഇതൊക്കെ അപ്പോൾ ഒരു 10 to 15 lakhs റേഞ്ചിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷേ വെന്റിനേക്കാൾ അഫോർഡബിൾ ആയിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ സെയിൽസ് വൈസ് കുറച്ചും കൂടെ സക്സസ്ഫുൾ ആയിരിക്കും ഈ വണ്ടി. എന്തായാലും അത് നമുക്ക് നോക്കാം. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ന്യൂസ് വന്നുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.